പറ്റൂലാന്ന് വിളിച്ചവന് തോന്നണം, എന്നിട്ട് അവൻ ഫോൺ വെച്ച് കളയണം. ആ സൈസിൽ സംസാരിക്കാനാണ് ഖുർആൻ കൽപ്പിക്കുന്നത്, അഭിമാന സംരക്ഷണത്തിന് വേണ്ടി. അഥവാ മാങ്ങിയാലോ ഇവന് 2 വാക്കങ്ങട്ട് കൂട്ടിക്കൊടുക്കാൻ തോന്നും. അപ്പോൾ അവള് 3-ാമത്തത് കൂട്ടും, പിന്നെ 4-ാമത്തത് കൂട്ടും, പിന്നെ അവിടെ കറണ്ട് ഉണ്ടാവും, പിന്നെ ഷോക്ക് അടിക്കും, പിന്നെ അപകടത്തിൽപ്പെടും. അത് വേണ്ട എന്നാണ് ഇസ്ലാം പറയുന്നത്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞതായ പർദയെക്കുറിച്ച് ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മുഖം മറക്കുക എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ പർദ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അതന്നെ ഹജ്ജാജിന്റെ മുമ്പിൽ വെച്ചിട്ട് അറബികൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ന് ഇത് ഹിമാർ എന്ന വീട് ഖുർആൻ അത് തലമറക്കൽ മാത്രമല്ല മുഖവും മറക്കലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ മുഖം മറക്കലല്ല, പിന്നെയോ അത് തലക്കാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കപ്പെടുന്നു. അതിന് നേരെ വിപരീതമാണ് നാം ഇബ്നു മസ്ഊദിന്റെ വാക്കിൽ നിന്നിട്ടും അപ്രകാരം തന്നെ അറബികളുടെ ശൈലിയിൽ നിന്നിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേൾക്കുക, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു വലിയ കവിയായ നുമൈരി പാടുന്നു, യുഖമ്മിർന അത്റാഫൽ ബനാനി മിനത് തുഖാ വയഖ്റുജുന ജുൻഹൽ ലൈലി മുഅ്തജിറാതി. അഭിമാന സംരക്ഷണത്തോടു കൂടി ജീവിക്കുന്നതായ മുസ്ലിം സ്ത്രീകള് അവര് ശരിക്ക് ഖിമാർ ഉപയോഗിക്കുന്നു. എവിടം വരെ ഹിമാർ ഉപയോഗിക്കുന്നു? അവരുടെ കൈവരെ പുറത്താക്കാത്ത രൂപത്തിൽ അവർ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് അവർ പർദ്ദ ധരിക്കുന്നു. രാത്രി അർദ്ധരാത്രിയിൽ അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ഇറങ്ങുക? മുഅ്തജിറാത്തി, മുഖം വരെ മൂടിയവരായിട്ടാണ് ഇറങ്ങുക. അപ്പോൾ മുഅ്തജിറാത്തി എന്ന വേർഡിന്റെ അർത്ഥം അറബി ഡിക്ഷണറിയിൽ പരിശോധിച്ചാൽ മുഖം മറക്കുക എന്ന് കാണാം. അപ്പോൾ അറബികൾ പണ്ട് തന്നെ. എന്നിട്ട് ഇത് കേട്ടതായ വേളയിൽ രാജാവ് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം നേതാവ് പറയുന്നു, ഹജ്ജാജ് പറയുന്നു, സ്വതന്ത്രരായ മുസ്ലിങ്ങളുടെ സ്വഭാവം, മുസ്ലിം സ്ത്രീകളുടെ സ്വഭാവമാണ് അത്, എന്ത് മുഖം മറക്കുക എന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞായിട്ട് കാണാം. അതെ, അല്ലാഹു പറയുന്നു, അവരുടെ മുഖമക്കനെ അവരുടെ മാറത്തേക്ക് അവരെ താഴ്ത്തട്ടെ. എന്തിനാണ്? മുഖവും മാറവും കാണാതിരിക്കാൻ വേണ്ടി എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണുന്നു, വല്ലദ്റബന ബിഖുമിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ശഖത്ന മുറൂതഹുന്ന, മുസ്ലിം സ്ത്രീകളായ സഹാബാത്തുകൾ അവരുടെ കൂടെയുള്ളതായ റിദാകളുടെ വസ്ത്രങ്ങളെ പിച്ചി ചീന്തിയിട്ട് അവർ മൂടുകയുണ്ടായി അവരുടെ മുഖത്തെ. എന്നിട്ട് അവർ മുഖമൂടിയായി ധരിക്കുകയുണ്ടായി. ഇഖ്തമർന ബിഹാ എന്ന വാക്കിന്റെ അർത്ഥം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, അഥവാ ഖത്തൈന വുജൂഹഹുന്ന, അവരുടെ മുഖത്തെ മൂടുകയുണ്ടായി എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞങ്ങൾ ഹജ്ജ് വേളയിൽ മുഖം മൂടാറുണ്ടായിരുന്നില്ല, പക്ഷേ പുരുഷന്മാർ ഞങ്ങളുടെ മുമ്പിലേക്ക് വിട്ടുകടക്കുമ്പോൾ ഞങ്ങൾ മുഖം മൂടാറുണ്ടായിരുന്നു എന്ന്. അസ്മാ റളിയല്ലാഹു തആല അൻഹയും ഇത് സഹിഹായ ഹദീസിലാണ്. അതുപോലെ തന്നെ ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അസ്മാവും പറയുന്നു, ഞങ്ങളുടെ മുമ്പിൽ കൂടി പുരുഷന്മാർ വിട്ടുകിടക്കുമ്പോൾ ഞങ്ങൾ മുഖം മൂടാറുണ്ടായിരുന്നു എന്ന്. അതെ, അറബി ഭാഷയിൽ മുഖമൂടി എന്ന് പറയുന്ന അറബി സ്ത്രീകൾ ഉപയോഗിക്കുന്നതായ വസ്ത്രമുണ്ടല്ലോ, അതിന്റെ പേര് ഹിമാർ എന്നുണ്ട്, ഖന്ദഫ എന്നുണ്ട്, നസീഫ് എന്നുണ്ട്, മിസ്ഫായി എന്നുണ്ട്, ജിൽബാബി എന്നുണ്ട്. ഇതിന്റെ അർത്ഥമെല്ലാം അറബികളോട് ചോദിച്ചാൽ അവർ മുഖവും തലയും മൂടലാണ് എന്നാണ് മറുപടി പറയുക. അവസാനം പറഞ്ഞ ജിൽബാബ് എന്ന്, ജിൽബാബി എന്ന വാക്കിന്റെ അർത്ഥം മുഖം അടക്കമുള്ള ശരീരം ആസകലം മൂടലാണ് എന്നാണ് മറുപടി പറയുക. പുരുഷന്മാര് അല്പം പൊക്കിയിട്ട് ഉടുക്കണം വസ്ത്രം, നെരിയാണിക്ക് താഴെ ആവരുത് എന്ന് കൽപ്പിച്ച റസൂല് സ്ത്രീകളോട് എന്താണ് കൽപ്പിച്ചത്? പുരുഷൻ ഉമ്മു സലമയുടെ ഹദീസാണത്. ഉമ്മു സലമ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂൽ ചോദിക്കുന്നു, ഉമ്മു സലമ പെണ്ണുങ്ങൾ എന്ത് വേണം റസൂലേ? അപ്പോൾ റസൂൽ പറയുന്നു, പെണ്ണുങ്ങൾ അഥവാ സ്ത്രീകൾ എന്ത് വേണം? അവരുടെ വസ്ത്രം താഴ്ത്തട്ടെ, നെരിയാണിക്ക് താഴെ 1 മുഴം താഴ്ത്തിയാൽ മതിയോ? റസൂൽ പറഞ്ഞു, ഉമ്മു സലമ പറഞ്ഞു, അപ്പോൾ കാല് നടക്കുമ്പോൾ പുറത്താവാൻ സാധ്യതയുണ്ടല്ലോ. റസൂൽ പറഞ്ഞു, എന്നാൽ ഒരു മാറ് താഴ്ത്തട്ടെ എന്ന്. മാറ് കൂടുതലല്ലേ? ഒരു മാറ് താഴ്ത്തട്ടെ എന്ന് റസൂൽ കൂട്ടിച്ചേർത്തു. കണ്ടില്ലേ, അത്രയും അവരുടെ ഭംഗി പ്രകടമാവരുത് പുരുഷന്മാരുടെ ഇടയിൽ. അവര് മുത്തുപോലെ, മാണിക്യം പോലെ, പവിഴം പോലെ അവരുടെ ഭർത്താക്കന്മാർക്ക് ഭംഗിയോടുകൂടി പ്രകടമാവാനുള്ളവരാണ്. എല്ലാവർക്കുമുള്ള പബ്ലിക് സർവീസ് അല്ല. പിന്നെ നിങ്ങൾക്കറിയാം, നാം തന്നെ, ഞാനും നിങ്ങളൊക്കെ ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഇവിടെ മാത്രം ആണ് ധരിക്കുന്നതെങ്കിൽ, കട്ട് ചെയ്യുന്നതാണെങ്കിൽ വെയിൽ തട്ടുന്ന സ്ഥലമെല്ലാം കറുത്ത് കാണും, വെയിൽ തട്ടാത്ത സ്ഥലമെല്ലാം വെളുത്ത് കാണും, അല്ലേ?
നമ്മുടെ സ്ത്രീകൾ മുഖം പുറത്തായിട്ടാണ് എന്ന് നടക്കുന്നതെങ്കിൽ സ്ത്രീകളുടെ മുഖത്തുള്ള ഭംഗി നഷ്ടപ്പെടും. വെയിൽ തട്ടാതിരിക്കാനും നല്ലതാണ് മുഖം മൂടുക എന്നുള്ളത്. പിന്നെ ശാസ്ത്രീയമായിട്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ സ്ഥാപിച്ച കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങളിൽ വായിക്കാൻ സാധിച്ചു. ശാസ്ത്രജ്ഞന്മാര്, ഞാൻ ഡോക്ടർമാരോട് അന്വേഷിച്ചപ്പോൾ അവർ ശരിയാണെന്ന് സ്ഥിരീകരിച്ച ഡോക്ടർമാരെയും ഞാൻ കണ്ടു. അതെന്താണ്? സ്ത്രീകളുടെ കണ്ണിന് ശക്തി കൂടുതലാണ് പുരുഷന്മാരുടെ കാഴ്ചയേക്കാൾ. അതുകൊണ്ട് അപ്പോൾ സൃഷ്ടിക്കുന്ന റബ്ബ് തന്നെ സ്ത്രീകളുടെ കണ്ണ് സൃഷ്ടിച്ചപ്പോൾ പർദ്ദ മുഖത്ത് ധരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിയിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാം. ശ്വാസകോശമുണ്ടല്ലോ സ്ത്രീകളുടേത്, അത് വലത് ഭാഗം കുറച്ച് വലുപ്പമുള്ളതാണ് പുരുഷന്മാരെക്കാൾ. എന്തുകൊണ്ട്? ശ്വാസം മുട്ടിപ്പോകുന്നതല്ല അവർ പർദ്ദ ധരിക്കുന്ന വേളയിൽ. നാം സ്ത്രീകൾ ധരിക്കുന്ന മുഖമൂടി ധരിച്ചാൽ നമ്മെ കൊണ്ട് ഒരു 10 അടി അങ്ങോട്ട് നടക്കാൻ പറ്റൂല. അവർ ജീവിതം മുഴുവനും ധരിക്കുന്ന കാണാം, അവർക്ക് പ്രയാസമില്ല. എന്തുകൊണ്ട്? അതിനുള്ള ചുറ്റുപാടും അന്തരീക്ഷവും നൽകിയിട്ടാണ് അള്ളാഹ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂക്ഷ്മജ്ഞാനിയല്ലേ റബ്ബ്, സർവജ്ഞാനിയല്ലേ റബ്ബ്. റബ്ബിന് സൃഷ്ടികളുടെ സ്ഥിതി അറിയുകയില്ലേ? റബ്ബിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് റബ്ബ് ഇവിടെ വെക്കുന്നതായ നിയമങ്ങൾക്ക് വിധേയരായിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടും അന്തരീക്ഷവും റബ്ബ് തന്നെ സൃഷ്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സുജൂദ് ചെയ്യുമ്പോൾ കാല് വളക്കേണ്ടതുള്ളതുകൊണ്ട് വളക്കാൻ പറ്റുന്ന കാലാക്കി മാറ്റി, സുജൂദ് ചെയ്യുമ്പോൾ മുത് വളക്കേണ്ടതുള്ളതുകൊണ്ട് വളക്കാൻ പറ്റുന്ന മുഖമാക്കി മാറ്റി, സുജൂദ് ചെയ്യുന്നതായ വേളയിൽ തല വെക്കേണ്ടതുകൊണ്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായ നെറ്റിതളമാക്കി മാറ്റി. അപ്രകാരം തന്നെ അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടി കൈ കൊണ്ട് ഡോളർ എണ്ണാൻ വേണ്ടിയല്ല, ഡോളർ എണ്ണിക്കോ വിരോധമില്ല. അള്ളാഹുവിന് ദിക്ർ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നീ ദിക്റുകൾ ചൊല്ലിയിട്ട് അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുമായുള്ളതായ ആ സമീപനം, ആ ബന്ധം ക്ലിയർ ആക്കുവാനും ആ ബന്ധം ശക്തിപ്പെടുത്തുവാനും വേണ്ടി ചെല്ലാൻ ഉപയോഗിക്കാനുള്ളതാണ് ഈ ദിക്റുകൾക്ക്. എത്രത്തോളം? 33 നമസ്കാര ശേഷം ചെല്ലാൻ എത്ര ലളിതമാണ്, എത്ര എളുപ്പമാണ്, സൗകര്യമാണ് ഈ നമ്മുടെ വിരലുകളിലൂടെ. അള്ളാഹു റസൂലിന്റെ ഭാര്യമാർ എന്നിട്ട് ചിലര് വിരലുകൾക്ക് പകരം ഇവിടെ സുബഹ ഉപയോഗിക്കുന്നത് പോലെ, മിസ്ബഹ ഉപയോഗിക്കുന്നത് പോലെ മണികൾ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ കൈ കൊണ്ടാണ് ചെല്ലേണ്ടത്, അത് നിങ്ങൾക്ക് വേണ്ടി പരലോകത്തിൽ സാക്ഷി നിൽക്കുന്നതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതും വലത് കൈ കൊണ്ടായിരിക്കണമെന്ന് വരെ കൽപ്പിക്കുകയും ചെയ്തു. അതെ, എന്നാൽ 4 പേജ് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് ടൈം ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു ഇല്ലാ പ്രകടമായതൊഴിച്ച് എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ഉണ്ടല്ലോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ മറുപടി നൽകി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മാ ലാ യുംകിനു ഇഖ്ഫാഉഹു, പ്രകടമായതായ അത് പ്രകടമായി പോകുന്നതായ ഭംഗിയുണ്ടല്ലോ, ആ ഭംഗിയാണ് വിരോധമില്ല എന്ന് ഇസ്ലാം പറഞ്ഞത് എന്ന് ഇബ്നു മസ്ഊദ് മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ അസ്മാന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ മനുഷ്യ, എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ളതായ ചോദ്യമാണ്. എന്ത്? അവര് അസ്മാ റളിയല്ലാഹു തആല അൻഹ വളരെ നൈസുള്ള വസ്ത്രം ധരിച്ച് പുറത്തു വന്നു ബാല്യപ്രായം തികഞ്ഞ ശേഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈയും ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണമെന്ന് ഒരു ഹദീസില്ലേ? അങ്ങനെയുള്ള ഒരു ഹദീസ് സഹിയായിട്ടില്ല. ഹദീസ് ഉണ്ട്, പക്ഷെ സഹിയല്ല, സ്വീകാര്യോഗ്യമല്ല. അതിൽ ഭീമമായ മാരകമായ 2 കോട്ടമുണ്ട്. ഒന്ന് മുൻഖത്തി ആണ്, ഹദീസിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും അറിയാം. മുൻഖത്തി ആണ് ഒരു രോഗം. രണ്ടാമതായിട്ട് അതിലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം സ്വീകാര്യോഗ്യവാനല്ല റിപ്പോർട്ടകന്മാരിൽ. പിന്നെ ഇനി ഹദീസ് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഇത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാവാനാണ് സാധ്യത. ഹിജാബിന്റെ ആയത്ത് മുമ്പാവാനാണ് സാധ്യത. കാരണം അസ്മാന് പ്രായം തികയുന്ന സമയം ആ സമയമാവാനാണ് സാധ്യത. പിന്നെ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നബിയോട് കൂടി ഹജ്ജ് ചെയ്യുന്നതായ വേളയിൽ ഒരു പെണ്ണിന്റെ ഭാഗത്തിലേക്ക് ഫളലിന്റെ മുഖം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലിനോട് മുഖം മാറ്റാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അർത്ഥം ആ പെണ്ണ് മുഖം മറച്ചിട്ടില്ലല്ലോ. അപ്പോൾ പെണ്ണിനോട് മുഖം മറക്കാൻ റസൂൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഫളലിനോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ എന്നാണ് പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലിനോട്, ഫളൽ റസൂലിന്റെ മകനാണ്, റസൂലിന്റെ ഇളയപ്പയുടെ മകനാണ്,